എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വില്ല പ്രോജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരത്ത് ലോ ബഡ്ജറ്റ് വീട് നോക്കുന്നവർക്കാണെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു നില ബഡ്ജറ്റിൻ്റെ വിലയ്ക്ക് നമുക്ക് 2 നില വീട് നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ബാഗിൽ കാണുന്ന ഈ ഒരു വീടാണ്. ഈ വീട് നിൽക്കുന്ന നമുക്ക് 3 സെൻറ്റിൽ 1100 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. 3 ബെഡ്റൂം വരുന്നുണ്ട്, 3 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. നല്ലൊരു പ്രീമിയം ലുക്ക് തോന്നിക്കുന്ന ഡിസൈനിലാണ് നമുക്ക് വീട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ വീട് നിൽക്കുന്ന പടിഞ്ഞാറ് ദർശനത്തിലാണ് വീട് വരുന്നത്. നമുക്ക് വാസ്തു ബേസ്ഡ് ആയിട്ടാണ് നമുക്ക് വീട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 42 ലക്ഷം രൂപയാണ്. ഇത് നമുക്ക് നെഗോഷ്യബിൾ ആണ്. നമുക്ക് 80% ലോണും ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് വീട്ടിൻ്റെ മുറ്റത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇൻ്റർലോക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് വീട്ടിൻ്റെ മുറ്റത്ത് നമുക്ക് ഗേറ്റ് വന്നിട്ട് നമുക്ക് ഒരു വലിയ സ്ലൈഡിങ് ഗേറ്റും വരുന്നുണ്ട്. നമ്മുടെ നോർമൽ മടക്ക് ഗേറ്റും വരുന്നുണ്ട്. ഇവിടെയാണ് നമ്മുടെ കാർ പോർച്ച് ഏരിയ വന്നിട്ട് നമുക്കിവിടെ വലിയൊരു കാർ വരെ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റിയ വലിയൊരു കാർ പോർച്ചാണ് വരുന്നത്. നമുക്ക് ഈ വില്ലക്കത്തുള്ള ഏകദേശപ്പെട്ട വീടെല്ലാം നമുക്ക് സെയിലായിട്ടുണ്ട്. നമുക്കൊരു ചെറിയ വില്ല കമ്മ്യൂണിറ്റിയാണ്. നമുക്കിവിടെ കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്, നമുക്ക് ലൈൻ കണക്ഷനും വരുന്നുണ്ട്. നമുക്ക് വീടിൻ്റെ മുറ്റത്ത് തന്നെ നമുക്ക് ബൈക്കൊക്കെ വയ്ക്കാൻ വേണ്ടി നമുക്ക് നല്ല സ്പേസ് വരുന്നുണ്ട്. വീടിൻ്റെ 3 ചുറ്റും നമുക്ക് അത്യാവശ്യം സ്പേസ് വരുന്നുണ്ട്. നമുക്ക് ഒരു നില വീട് വാങ്ങാൻ നോക്കുന്നവർക്കാണെങ്കിൽ എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു വീടാണ് ഈ 2 നില വീട്. നമുക്ക് 42 ലക്ഷം രൂപയെ ചോദിക്കുന്നുള്ളൂ. ഇത് നമുക്ക് നെഗോഷ്യബിളാണ്. നമുക്ക് ഈ വീട് നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് മലയൻകീഴ് കോവിലുള്ളിലാണ് നമുക്ക് വീട് വരുന്നത്. നമുക്കിവിടുന്ന് തമ്പാനൂർ വരെ പോകാൻ വേണ്ടി 12 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. നമുക്കിവിടുന്ന് എയർപോർട്ട് പോകാൻ വേണ്ടി നമുക്ക് 15 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് വന്നിട്ട്. നമുക്ക് സിറ്റ് ഔട്ടൊക്കെ അത്യാവശ്യം വലിയൊരു സിറ്റ് ഔട്ടാണ് വരുന്നത്. നമ്മുടെ സിറ്റ് ഔട്ടിൽ ഫ്ലോറിൽ ഉപയോഗിക്കുന്നത് ഗ്രാനൈറ്റ് ആണ് ഫ്ലോറിൽ ഉപയോഗിക്കുന്നത്. നമുക്ക് ഫ്രണ്ട് ഡോർ വന്നിട്ട് നമുക്ക് പ്ലാവ്, അതുപോലെ നമ്മുടെ ഫ്രണ്ട് വുഡെല്ലാം വന്നിട്ട് നമുക്ക് പ്ലാവാണ് വരുന്നത്. ഫുൾ പോളിഷാണ് ചെയ്തിട്ടുള്ളത്, ക്ലിയർ പോളിഷാണ്, ഫുൾ സ്പ്രേ പെയിൻ്റാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ വന്നിട്ട്. നമുക്ക് അത്യാവശ്യം വലിയൊരു ലിവിങ് ഏരിയയാണ് വരുന്നത്. നമുക്ക് ഇതിനോട് ചേർന്ന് നമുക്ക് ഡൈനിങ് സെക്ഷൻ സെപ്പറേറ്റ് വരുന്നുണ്ട്. ലിവിങ് ഏരിയയുടെ സ്പേസ് കൊണ്ട് 14x10 നമ്മുടെ ലിവിങ് ഏരിയയുടെ സ്പേസ് വന്നിട്ട്. ഇവിടെ നമുക്ക് 4x2 ടൈലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് അപ്പോസ് വർക്ക് ചെയ്യാനുണ്ട്. അതെല്ലാം നമ്മൾ ഫിനിഷ് ചെയ്ത് വർക്ക് ഫുൾ ഫിനിഷ് ചെയ്താണ് കൊടുക്കാൻ പോകുന്നത്. ലിവിങ് ഏരിയയിലെ 4 സീലിംഗ് വന്നിട്ട് നമുക്ക് നല്ല കളർഫുൾ ആയിട്ടാണ് 4 സീലിംഗ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് പ്രൊഫൈലായിട്ടാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ TV യൂണിറ്റ് വന്നിട്ട്. നമുക്ക് എത്ര ഇഞ്ച് TV ആണ് ഹോൾഡ് ചെയ്യാൻ പറ്റിയ വലിയൊരു TV യൂണിറ്റാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് നല്ല സ്റ്റോറേജും വരുന്നുണ്ട്. ലിവിങ് ഏരിയയോട് ചേർന്നാണ് നമുക്ക് ഡൈനിങ് സെക്ഷൻ വരുന്നത്. ഇതാണ് നമ്മുടെ ഡൈനിങ് സെക്ഷൻ വന്നിട്ട്. നമ്മുടെ ഫിറ്റിംഗ്സ് ചെയ്യാനുണ്ട്, വാഷ് ബേസിൻ്റെ ഫിറ്റിംഗ്സ് ചെയ്യാൻ നമുക്ക് നല്ല സ്റ്റോറേജും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലോട്ട് വന്ന സ്റ്റെയർ വന്നിട്ട്. നമ്മുടെ സ്റ്റെയറിൻ്റെ അടിയിലായിട്ടാണ് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ പോയിന്റ് വരുന്നത്. ഇവിടെ നമുക്ക് അത്യാവശ്യം സ്പേസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് നല്ല സ്റ്റോറേജും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം വന്നിട്ട്. ഈ ബെഡ്റൂം വന്നിട്ട് നമുക്ക് വലിയൊരു ബെഡ്റൂമാണ് വരുന്നത്. ഇവിടെ നമുക്ക് ചെറിയ രീതിയിൽ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്കിവിടെ ഒരു അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ വാഷ്റൂം വന്നിട്ട്. വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. ഇവിടെ നമുക്ക് നല്ല ട്രെൻഡിങ് ടൈലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ അപ്പോസ് വർക്ക് ചെയ്തിട്ടുണ്ട്. 3 വാഷ്റൂമിൽ നമുക്ക് ഹീറ്റർ പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഫിറ്റിംഗ്സ് നമ്മൾ ചെയ്താണ് കൊടുക്കാൻ പോകുന്നത്. ഫിറ്റിംഗ്സ് ഇപ്പോൾ ചെയ്തിട്ടില്ല. നമുക്ക് സെറയുടെ 10 വർഷം ഗ്യാരണ്ടി വരുന്ന ഫിറ്റിംഗ്സ് ആണ് ചെയ്ത് കൊടുക്കുന്നത്. അടുത്ത് വരുന്നത് നമുക്ക് ലിവിങ് ഏരിയ നമ്മുടെ ഓപ്പൺ കിച്ചണാണ് വരുന്നത്. നമ്മൾ ഓപ്പൺ കിച്ചണിലോട്ട് പോകുന്നിടത്ത് തന്നെ നമുക്ക് പാർട്ടീഷൻ തിരിച്ച് കബോർഡ് വർക്കിൽ പാർട്ടീഷൻ തിരിച്ചിട്ട് നമുക്ക് നല്ല പ്രീമിയം ലുക്കിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഓപ്പൺ കിച്ചൺ. ഇതാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ വന്നിട്ട്. ഓപ്പൺ കിച്ചണിൽ 2 കളർ കോമ്പിനേഷനിലാണ് നമ്മൾ കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് നല്ല രീതിയിൽ സ്റ്റോറേജും വരുന്നുണ്ട്. നമ്മുടെ ഫ്ലോർ ടൈലൊക്കെ വന്നിട്ട് നമുക്ക് നല്ല ഗ്രിപ്പുള്ള ടൈലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ അപ്പോസ് വർക്ക് ചെയ്യാനുണ്ട്. നമ്മൾ ചെയ്താണ് കൊടുക്കാൻ പോകുന്നത്. കിച്ചണിലെ കബോർഡ് വർക്കിന് ഉപയോഗിക്കുന്ന ബോർഡിൽ നല്ല പ്രീമിയം ബോർഡിട്ടാണ് നമ്മുടെ കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഈ വീടിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം തന്നെ വിലയിരുത്തണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് വന്ന് കാണുമ്പോൾ ഈ വീടിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം തന്നെ വിലയിരുത്താൻ പറ്റുള്ളൂ. ഇതാണ് നമ്മുടെ ബാക്ക് സൈഡ് വന്നിട്ട്. നമുക്ക് ബാക്കിൽ നമുക്ക് കിണർ വരുന്നുണ്ട്. അതുപോലെ നമുക്കിവിടെ നനകല്ലും വരുന്നുണ്ട്. നമുക്ക് ഈ നനകല്ല് വേണ്ടെങ്കിൽ തട്ടിക്കളഞ്ഞിട്ട് നമുക്കിവിടെ ചെറിയൊരു വർക്ക് ഏരിയയിലൊക്കെയുള്ള സ്പേസ് വരുന്നുണ്ട്. അടുത്ത് നമുക്ക് ലിവിങ് ഏരിയ എന്ന് വരുന്നത് നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലോട്ട് വന്ന സ്റ്റെയർ ആണ്. സ്റ്റെയറിൽ ഹാൻഡിലൊക്കെ ചെയ്യുന്ന ഇരുമ്പിലാണ്. ഇത് നമ്മുടെ മാറ്റ് ബ്ലാക്ക് ആണ് പെയിൻറ്റിങ്ങിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ചെറിയ രീതിയിൽ ഫാൻസി ലൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലെ ഹാള് വന്നിട്ട്. ഇവിടെ നമുക്ക് നല്ല പ്രീമിയം ലുക്കാണ് തോന്നിക്കുന്നത്. ഇവിടെ നമുക്ക് നല്ല സ്റ്റാൻഡായിട്ട് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മുടെ പ്രൊഫൈൽ ലൈറ്റാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ചെറിയൊരു TV യൂണിറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് നമുക്ക് ഇവിടെയാണ് വരുന്നത്. ഇത് നമുക്ക് ചെറിയ കബോർഡ് വർക്ക് ചെയ്ത് പാർട്ടീഷൻ തിരിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്ലവറും കാര്യങ്ങളും ആഡ് ചെയ്യാൻ പറ്റും. ഈ ഹാളിൽ നമുക്ക് അത്യാവശ്യം സ്പേസ് വരുന്നുണ്ട്. നമുക്കിവിടെ സ്റ്റഡിങ് റൂമായിട്ടൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വന്നിട്ട്. ഇത് നമുക്ക് വലിയൊരു ബെഡ്റൂമാണ് വരുന്നത്. ഇവിടെ നമുക്ക് ചെറിയ രീതിയിൽ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 4x2 ടൈലാണ് വരുന്നത്. ഇതിൽ നമ്മുടെ അപ്പോസ് വർക്ക് ചെയ്തിട്ടുണ്ട്. വാഷ്റൂമിൽ നമ്മൾ ഫിറ്റിംഗ്സ് ചെയ്തിട്ടില്ല, ഫിറ്റിംഗ്സ് ചെയ്താണ് കൊടുക്കാൻ പോകുന്നത്. ഈ വാഷ്റൂമിൽ നമുക്ക് ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. 3 ബെഡ്റൂമിൽ നമുക്ക് AC പോയിന്റ് വരുന്നുണ്ട്. അടുത്ത് വരുന്നത് നമുക്ക് 3ാമത്തെ ബെഡ്റൂമാണ്. ഇതും നമുക്ക് വലിയൊരു ബെഡ്റൂമാണ് വരുന്നത്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. നമ്മുടെ അകത്തെ കളർ ഉപയോഗിച്ചിരിക്കുന്ന ഫുൾ വൈറ്റ് ആണ്. ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം വന്നിട്ട്. ഇവിടെ ഫിറ്റിംഗ്സ് ചെയ്തിട്ടില്ല. നമ്മുടെ 3 വാഷ്റൂമും സെയിം സ്പേസ് ആണ് വരുന്നത്. 3 വാഷ്റൂമിൽ നമുക്ക് ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. ഹാളിൽ നിന്ന് അടുത്ത് വരുന്നത് നമ്മുടെ ബാൽക്കണിയാണ്.
ഇതാണ് നമ്മുടെ ബാൽക്കണി വന്നിട്ട്. ബാൽക്കണിക്ക് അത്യാവശ്യം സ്പേസ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് സ്പോൾ ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഹാൻഡിൽ ലോക്കിന് ഉപയോഗിക്കുന്ന ഇരുമ്പാണ്. ഇത് നമ്മുടെ ബ്ലാക്ക് മാറ്റാണ് ചെയ്തിട്ടുള്ളത്. വില്ലയ്ക്ക് തന്നെ ഏകദേശപ്പെട്ട വീടെല്ലാം നമുക്ക് സെയിലായിട്ടുണ്ട്. മിക്ക വീട്ടിലും ആൾ താമസവും ഉണ്ട്. ഹാളിൽ നിന്ന് നമുക്ക് ടെറസിലോട്ട് വന്ന ഡോറാണ് ഈ വരുന്നത്. നമുക്ക് ടെറസിൽ ടാങ്ക് വന്നിട്ട് 750 ലിറ്ററിൻ്റെ വലിയൊരു ടാങ്കാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ടില്ല. നമ്മുടെ വാട്ടർ പ്രൂഫിങ് ചെയ്താണ് നമ്മൾ വീട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ്. ഈ വീട് നിൽക്കുന്ന 3 സെൻറ്റിൽ 1100 സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. 3 ബെഡ്റൂം വരുന്നുണ്ട്. 3 വലിയ ബെഡ്റൂമാണ്, 3 അറ്റാച്ച്ഡാണ്. നമ്മുടെ കാർ പോർച്ച് വന്നിട്ട് വലിയൊരു കാറിലുള്ള സ്പേസ് വരുന്നുണ്ട്. കുടിവെള്ളത്തിന് ഇവിടെ കിണറും വരുന്നുണ്ട്, ലൈൻ കണക്ഷനും വരുന്നുണ്ട്. വീട് ചോദിക്കുന്ന വാസ്തുപ്രകാരമാണ്. അതുപോലെ നമുക്ക് പടിഞ്ഞാറ് ദർശനമാണ് വീട് വരുന്നത്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 42 ലക്ഷം രൂപ. നമുക്ക് നെഗോഷ്യബിൾ ആണ്. നമുക്ക് ഇവിടെ തമ്പാനൂർ പോകാൻ 12 കിലോമീറ്റർ, ഇവിടുന്ന് എയർപോർട്ട് പോകാൻ വേണ്ടി 16 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീട് പോകാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നുള്ളൂ. ഈ വീടിനെ പറ്റിയുള്ള ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടി താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെങ്കിൽ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അടുത്തെന്തായാലും പുതിയൊരു വില്ല പ്രോജക്റ്റ് കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ.